ആർക്കും നിഷേധിക്കാനാവാത്ത, ആരും തള്ളിക്കളയാത്ത, ആരും പരിഹസിക്കാത്ത, ആരുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിയും നമുക്ക് പറയാവുന്ന, ഏത് കൂട്ടത്തിലും പറയാവുന്ന, ഏത് സദസ്സിലും പറയാവുന്ന, ഏത് ചടങ്ങിലും പറയാവുന്ന ഏകവാചകം നമ്മൾ മരിച്ചു പോകും എന്ന വാചകമാണ്. നമ്മൾ തീർച്ചയായും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്ന വാചകമാണ്. എപ്പോഴെങ്കിലും നമ്മളത് ആലോചിച്ചിട്ടുണ്ടോ? നമ്മളും മരിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച്, ഒരു സന്ദർഭത്തെക്കുറിച്ച്? നമുക്ക് കൈകൾ കൊണ്ട് സോപ്പെടുക്കാനാവാതെ നമ്മളെ കിടത്തി മറ്റുള്ളവർ ചുറ്റിനും നിന്ന് കുളിപ്പിക്കുന്നതിനെക്കുറിച്ച്, അന്ന് കാണാൻ വരുന്ന ജനക്കൂട്ടത്തെ അല്ലെങ്കിൽ ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മളെ തോളിലേറ്റി കൊണ്ടുപോകുന്ന വഴികളെ സംബന്ധിച്ച്? വീട്ടിലെ പറമ്പിലാണ് അവസാനിക്കുന്നതെങ്കിൽ ആ പറമ്പിൽ ആ സ്ഥലത്ത് അല്പനേരം നോക്കി നിന്നിട്ടുണ്ടോ? പള്ളിക്കാട്ടിലേക്കാണെങ്കിൽ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി ധൃതി പിടിച്ചു പോകുന്ന കൂട്ടത്തിൽ ഇതേ കാട്ടിലേക്ക് ഞാൻ വരികയാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഇസ്ലാം മതത്തിൽ ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പ്രവാചകൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് മരണം കേൾക്കുമ്പോൾ പറയുകയും, ഖബറിൽ കിടക്കുന്നവർക്ക് സലാം പറയുകയും, മരണത്തെക്കുറിച്ച് ഓർക്കുകയും ഓർമ്മിപ്പിക്കുകയും അതോർത്ത് പ്രാർത്ഥിക്കുകയും ഒരു ദിവസം കുറഞ്ഞത് 5 നേരമെങ്കിലും ആ പ്രാർത്ഥന നിർബന്ധമാക്കുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി ജീവിതത്തെ മാത്രമല്ല, ഒരു വാതിൽ തുറന്ന് അപ്പുറത്തേക്ക് ഇറങ്ങുന്നു എന്ന് ബോധ്യപൂർവം പറഞ്ഞിട്ടുള്ള മരണത്തെക്കുറിച്ചുകൂടി പറയുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ അതുകൂടി ഓർക്കാതെ നമ്മൾ ഈ എന്ത് വിഷയം പറഞ്ഞു പോയിട്ടും കാര്യമില്ല. ആത്യന്തികമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വാചകമാണല്ലോ സത്യം. ഈ വീടിൻ്റെ അനുഗ്രഹം ഇന്നയാളാണ്, ഈ വീടിൻ്റെ അനുഗ്രഹം ഇന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി വെക്കാറുണ്ട്. ഈ വീട്ടിലെല്ലാവരും മരിച്ചു പോകുന്നു, ഈ സംഘടനയിലുള്ളവരെല്ലാം മരിച്ചു പോകുമെന്നും, ഇതിനു മുമ്പ് ഈ സംഘടനയിലുള്ളവരെല്ലാം മരിച്ചു പോയിട്ടുണ്ട് എന്നുമൊക്കെ പറയുന്ന ചിന്തകൾ, അത് കേവലം സെൻറ്റൻസിന് വേണ്ടി മാത്രമല്ല, ഹൃദയത്തിൽ കൂടി ഉണ്ടെങ്കിൽ ചിലതൊക്കെ ചിലപ്പോഴൊക്കെ ഗുണകരമായേക്കും. അതുകൊണ്ടുകൂടി 2 മനുഷ്യരുടെ മരണത്തെക്കുറിച്ച് ഞാൻ പറയണമെന്ന് വിചാരിച്ചു. ഒരാൾ ഇന്നലെയൊക്കെ നിങ്ങൾ വായിച്ചപ്പോൾ കണ്ടു കാണും, രാകേഷ് എന്ന ചെറുപ്പക്കാരൻ താൻ സ്നേഹിക്കുന്ന പെണ്ണിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് സ്വന്തം മാതാപിതാക്കളോട് അതിൻ്റെ പേരിൽ പരിഭവിച്ച് പിണങ്ങി ഒടുവിൽ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ വാടകയ്ക്കെടുത്ത് നൽകിയ ഏതോ വീട്ടിൽ താമസിച്ച് അതിൻ്റെ മുഹൂർത്തവും തീരുമാനിച്ച് കല്യാണം കഴിക്കുന്നതിനുള്ള സമയവും എല്ലാം എടുത്ത ശേഷം ഒരിക്കൽ കൂടി മാതാപിതാക്കളെ കണ്ട് വഴങ്ങണം, എന്നെ ഈ വിവാഹത്തിന് അനുവദിക്കണം, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കണം എന്ന് പറയാൻ പോയി മടങ്ങി വരുന്ന അവസ്ഥയിൽ ബൈക്ക് അപകടത്തിൽ മരണപ്പെടുകയാണ്. മരണം സുനിശ്ചിതമാണെങ്കിലും ആ മരണമെന്ന യാഥാർത്ഥ്യത്തെ ഒന്ന് അടുത്ത് വായിച്ചാൽ, നമ്മളിപ്പോൾ ഷെൽഫിലിരിക്കുന്ന പുസ്തകങ്ങൾ ഇങ്ങനെ വായിക്കുമല്ലോ, അതിൻ്റെ തലക്കെട്ട് മാത്രം ചിലതങ്ങ് വായിച്ചു പോകും, ചിലതത് എടുത്തൊന്ന് വായിച്ചാൽ ഓരോ മരണവും വായിക്കപ്പെടാൻ ഒത്തിരിയുണ്ട്. അതിനു മുമ്പ് ആഗ്രഹിച്ച ചിന്തകളുണ്ട്, പാതിയാക്കി വെച്ചതുണ്ട്, പ്രതീക്ഷകളുണ്ട്, തീർക്കാൻ കഴിയാതെ പോകുന്ന വാശികളുണ്ട്, കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്ന നിലപാടുകളുണ്ട്, ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന മോഹങ്ങളുണ്ട്, കഴുത്തറക്കുന്നത് പോലെ ഛേദിക്കപ്പെടുന്ന സ്വപ്നങ്ങളുണ്ട്. ഇതെല്ലാം മരണത്തിൻ്റെ പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങളാണ്, അല്ലെ തിളങ്ങുന്ന ഓരോ വരികളാണ്. ഞാൻ നിങ്ങൾക്ക് വിടുകയാണ് അത് ആലോചിക്കാൻ. ഇത്രമേൽ സ്നേഹിച്ച ഒരു ചെറുപ്പക്കാരൻ തൻ്റെ പ്രതിശ്രുത വധുവിനെ, വല്ലാണ്ട് മോഹിച്ച വധുവിനെ സ്വന്തമാക്കാനുള്ള ആ നിമിഷത്തിൻ്റെ പൂർണ്ണതയുടെ കൈയെത്തിപ്പിടിക്കാവുന്ന അത്രയും അകലത്തിൽ വെച്ച് ഇരുട്ടിലേക്ക്, മരണത്തിലേക്കും കൊണ്ടുപോവാണ്. പോയാൾക്കത് പാഠമല്ല, പോയാൾക്കത് യാഥാർത്ഥ്യമായി. പാഠം നമുക്കാണ്. ഒന്ന്. രണ്ടാമത്തൊരു കാര്യം, ബാബുക്കുട്ടൻ കുറ്റമ്പള്ളി എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്താണ്. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ആ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ് എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു സാധാരണക്കാരൻ്റെ രാഷ്ട്രീയ നിലപാടുണ്ടല്ലോ, ആ ബോധ്യം, അത് നിർഭയമായി ആളിനെ നോക്കാതെ, സാഹചര്യങ്ങൾ നോക്കാതെ വെട്ടിത്തുറന്നങ്ങ് പറയുക. അതിൽ ചിലപ്പോൾ ഈ വിളിക്കുന്ന ആളിനെ തെറി വിളിക്കാറുണ്ട്, ആ വിളിക്കുന്ന ആളിനെ പലതും പറയാറുണ്ട്. എനിക്കൊരനുഭവമുണ്ട് പുള്ളിയായിട്ട്. അത് വേറൊന്നുമല്ല, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി വരുന്ന വീഡിയോയിൽ അത് കാണും.
പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കാപഢ്യത്തെക്കുറിച്ച്. ഇപ്പം ഞാൻ പലതും പറയുമ്പോൾ എന്നെ രഹസ്യമായി പ്രോത്സാഹിപ്പിക്കുന്നവരും ഞാൻ അടുപ്പമുള്ളവരെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നെ ആരെങ്കിലും പരസ്യമായി എന്തെങ്കിലും പറഞ്ഞാൽ ഈ എന്നെ രഹസ്യമായി പ്രോത്സാഹിപ്പിക്കുന്നവർ ഒരാളും പിന്നെ മിണ്ടൂല്ല. എന്താ മിണ്ടാതിരിക്കുന്നതെന്നറിയോ? അങ്ങനെ മിണ്ടിയാൽ ഈ എഴുതിയ ആളിൻ്റെ ഒരു ശത്രു എന്തിന് ഞാനാവണം? എനിക്ക് ബോധ്യമുള്ള കാര്യമാണ് ഈ പറഞ്ഞ ആൾ പറഞ്ഞത്, ഞാനതിനെ പിന്തുണയ്ക്കുന്നതാണ്, ഞാനതിനെ അംഗീകരിക്കുന്ന ആളാണ്. പക്ഷേ എങ്കിൽ പോലും എന്തിന് അങ്ങനെ പറഞ്ഞ് എനിക്കൊരു ഉപകാരവും ഉപയോഗവും ലാഭവും ഇല്ലാതെ അയാളെ ശത്രുവാക്കണം എന്ന് പറയുന്നൊരു ചിന്തയുണ്ടല്ലോ. ആ ചിന്ത ചിലപ്പോഴും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും നമ്മളൊപ്പം നടക്കുന്നവരും കൂടെ നടക്കുന്നവരും പോലും അങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. എന്നെ ആരോ എന്തോ പറഞ്ഞപ്പോൾ വളരെ കർശനമായ ഭാഷയിൽ വന്ന് അതിൻ്റെ അടിക്ക് ഈ ബാബുക്കുട്ടൻ കുറ്റമ്പള്ളി എന്തോ പറഞ്ഞു. എന്നിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു. അതിൻ്റെ വാചകം ഞാൻ ഓർക്കുന്നില്ല. ഇന്നലെ മുഴുവൻ ഞാനിരുന്നത് ആലോചിക്കായിരുന്നു എന്താണ് ഈ ബാബുക്കുട്ടൻ എനിക്ക് അയച്ചതെന്ന്. അപ്പോൾ എന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, ഏതാണ്ട് ഉദ്ദേശത്തിൽ. അങ്ങനെ അവന്മാർ പലതും പറയും. അതൊന്നും കേട്ട് നിങ്ങൾ തളരരുത്. എന്നെ സാറെന്നോ മറ്റോ വിളിച്ച സാറ് തളരരുത്. സാറ് പറയാനുള്ള കാര്യം ബോൾഡായിട്ട് പറയണം. നമ്മളെല്ലാവരും ഒരു ദിവസം മരിച്ചു പോകും. ഇത്രയാണ് പുള്ളി എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ രാവിലെ 6 മണിക്ക് ഞാൻ വന്ന് മൊബൈൽ ഫോൺ തുറക്കുമ്പോൾ ബാബുക്കുട്ടൻ കുറ്റമ്പള്ളിയെ ടാഗ് ചെയ്തുകൊണ്ടൊരു മരണവാർത്തയാണ് കിടക്കുന്നത്. ഞാൻ വളരെ പെട്ടെന്ന് അതെടുത്ത് ഇങ്ങനെ തുറന്നു നോക്കുക. പുള്ളി തന്നെയാണോ മരിച്ചത്? ആണ്. കക്ക വാരുന്ന തൊഴിലാളിയായിരുന്നു. കക്ക വാരി കൂട്ടുകാരനോടൊപ്പം ബാക്കിൽ വെച്ച് കെട്ടി ബൈക്കിൽ വരികയായിരുന്നു. അപ്പോൾ ഈ കക്ക ബൈക്ക് പോകുമ്പോൾ ഇങ്ങനെ ചരിയുമല്ലോ, അത് പിടിച്ച് നൂത്ത് നിവർത്തി വെക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഓടിച്ചുകൊണ്ട് പോയ ആളിൻ്റെ ബാലൻസ് തെറ്റി വണ്ടി മുന്നോട്ടാഞ്ഞു. ബാബുക്കുട്ടൻ ബാക്കിലേക്ക് വീണു. തല ഒരു പോസ്റ്റിൽ അപ്പം തന്നെ അടിച്ചു. അവിടെ വെച്ച് തന്നെ മരിച്ചു. അവിവാഹിതനായിരുന്നു ബാബുക്കുട്ടൻ, സഹോദരിയോടൊപ്പമാണ് ജീവിച്ചത്. അപ്പോൾ അതിനുശേഷം ഞാൻ ബാബുക്കുട്ടൻ്റെ എന്തായിരുന്നു ബാബുക്കുട്ടൻ എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ പുള്ളി ഉറച്ച കോൺഗ്രസ്സുകാരനാണ്. ഒരു പാർട്ടി പദവിയും പുള്ളിക്ക് ആവശ്യമില്ല. ഒരു പാർട്ടി പദവിയും പുള്ളിക്ക് വേണ്ട. അങ്ങനെ പദവിയിൽ വെച്ചാൽ പുള്ളി ഇരിക്കില്ല. പുള്ളി പാർട്ടിയുടെ കലാശക്കൊട്ടിന് വരും. ഘോഷയാത്രയോ മറ്റോ ഉണ്ടെങ്കിൽ അതിനകത്ത് പങ്കെടുക്കും. കമ്മിറ്റിക്കൊന്നും വരില്ല. ഇലക്ഷനാവുമ്പോൾ 1 മാസത്തോളം ഈ വീട് കയറാനും അതിനും ഇതിനും എല്ലാം പൂർണ്ണ സമയം ബാബുക്കുട്ടൻ നടക്കും. ബാബുക്കുട്ടന് പഞ്ചായത്ത് മെമ്പറാവണ്ട, വേറൊന്നും വേണ്ട. ഇനി വേറൊരു കാര്യമുണ്ട്. ഈ നാട്ടുമ്പുറത്ത് ആരെങ്കിലും സുഖമില്ലാതെ കിടക്കുമല്ലോ. ഒരു ഉദാഹരണം കഴിഞ്ഞ ദിവസം എന്നോട് ഈ ഓച്ചറ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് വിനോദ് പറയായിരുന്നു, വിനോദ് കുമാർ. ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മാത്രം രോഗികളായി കിടക്കുന്നു. ഒരു ബുദ്ധിമുട്ടുകാരാണ്. ഈ മകൻ പട്ടാളത്തിലോ മറ്റോ ആണ്. ഈ ബാബുക്കുട്ടൻ അവിടെ ചെന്ന് ഇവർ വീട്ടിൽ ചെന്ന് ഈ അമ്മയും അച്ഛനെയും കാണാൻ ചെന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇത് ആരാ നിങ്ങളെ സഹായിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് അത് ഇന്നാരാണെന്ന് പറയുന്നത്. ആ ആളിനെ കുളിപ്പിക്കാനും ആശുപത്രി കൊണ്ടുപോകാനും എല്ലാം 1 മാസം നിൽക്കണമെങ്കിൽ 1 മാസം അങ്ങ് നിന്നോളൂ. നമ്മുടെ നാട്ടിൽ ഭയങ്കര പെയ്ത്തുകാരായ പാലിയേറ്റീവ് കെയർ, ജീവകാരുണ്യ പ്രവർത്തകർ, ജീവനാംശ പ്രവർത്തകരൊക്കെ ഉണ്ട്. അവരുടെ ഇടയിലാണ് ഈ ബാബുക്കുട്ടൻ ജീവിച്ചിരുന്നത്. ഇതുപോലെ ഒരുപാട് ബാബുക്കുട്ടന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏതായാലും ഈ 2 പേരെയും, ഒരാളിനെ എനിക്കറിയില്ല, ഒരാളിന് ഇങ്ങനെയൊരു ബന്ധമുണ്ട്, ഞാൻ ഓർത്തുപോയി. ഇത്തരം മനുഷ്യരെ കൂടി ഓർക്കണം. എങ്കിലേ ഇടയ്ക്കെങ്കിലുമൊക്കെ നമ്മളും അവരിലെ ഏതെങ്കിലും ഒരു അംശം നമ്മളിലേക്കും എത്തിച്ചേരും.